നാച്ചുറൽ എഡിബിൾസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ ഞാനൊരു സമയത്ത് നിർത്തി. നോട്ട് ബിക്കോസ് ഇപ്പോൾ എനിക്കൊരു ഇൻവെസ്റ്റർ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല. ഇൻവെസ്റ്ററെയൊക്കെ ഞാൻ തപ്പി കിട്ടുമായിരുന്നു. ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, ഇവിടുത്തെ പ്രബലരായ ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റിന് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് 100% ഉറപ്പാണ് അവർ തുടരില്ല. ഞാൻ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം അതാണ്, ഇൻവെസ്റ്റേഴ്സ് തുടരില്ല. കാര്യം ഇതിനങ്ങനെ ഒരു മാജിക്ക് കാണിച്ചിട്ട് കൊണ്ടുവന്ന് നമുക്ക് ഒരു ലാഭം ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ബിക്കോസ് ഞാൻ എടുക്കുന്നതെല്ലാം ഡയറക്റ്റ് ഫ്രം ഫാമേഴ്സ് ആയിരുന്നു. എനിക്കൊരു ഡിസ്ട്രിബ്യൂട്ടർ ഇല്ല, ഒരു മീഡിയേറ്റർ ഇല്ല, ഒന്നുമില്ല. ഞാൻ പോയി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫാമേഴ്സിൻ്റെ അടുത്തുനിന്നായിരുന്നു ഞാൻ പ്രൊഡക്റ്റ് എടുത്തു. അപ്പോൾ അത് വാങ്ങാൻ ആര് തയ്യാറാവണം? വ്യക്തികൾ തയ്യാറാവണം. ഒരു വ്യക്തി ഒരു ദിവസം ഇത് കഴിച്ചാൽ മതിയോ? ഇതൊരു ഹാബിറ്റായി മാറുന്നില്ല അല്ലേ? നമ്മൾ പിള്ളേരെ ബൂസ്റ്റ് കുടിപ്പിക്കുന്നു, ഹോർലിക്സ് കുടിപ്പിക്കുന്നു, ബോൺവിറ്റ കുടിപ്പിക്കുന്നു. പണ്ടൊരു മാൾട്ടോവ ഉണ്ടായിരുന്നു. കുറേ കാലം കഴിയുമ്പോൾ ഇതൊക്കെ കുഴപ്പമാണെന്ന് വരും. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി നമ്മൾ കുടിച്ചു കഴിഞ്ഞു ഇല്ലേ? അപ്പം നമ്മുടെ ഒരു ഹാബിറ്റിൽ എവിടെയും പ്രയോറിറ്റിയിൽ എവിടെയും നമുക്ക് സെൽഫായിട്ടത് തോന്നുന്നില്ല ഇല്ലേ? ഞാൻ നല്ല ഭക്ഷണം കഴിക്കണം, അതിനാകുന്ന പൈസ ആയിക്കോട്ടെ എന്ന് തീരുമാനിക്കുന്നില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം കണ്ടിട്ടില്ലേ പെട്ടെന്ന് മെലിയുന്ന സിസ്റ്റം? ആരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ അല്ലേ? എല്ലാവരും പെട്ടെന്ന് ആർട്ടിസ്റ്റുടെ ഖുഷ്ബുവിൻ്റെ ഒക്കെ ഒരു പെട്ടെന്നുള്ള ഒരു മേക്ക് ഓവർ. ഇപ്പം നമുക്ക് ഖുഷ്ബു എങ്ങനെ മെലിഞ്ഞു എന്നുള്ളത് ഡയറക്റ്റ്ലി അറിയില്ല. പക്ഷേ അവരുടെ ക്രേവിങ്സിനെ കുറയ്ക്കുന്ന ഒരുപാട് ഇഞ്ചെക്ഷൻസ് ഉണ്ട് ഇപ്പം. മനസ്സിലായോ? അതായത് ഇപ്പം ചിലർക്ക് ടെൻഷൻ വരുമ്പോൾ ഭക്ഷണം കഴിക്കണം അല്ലേ? ചിലർ പറഞ്ഞിട്ടുണ്ട് ഞാൻ രാത്രി ടെൻഷൻ അടിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഫ്രിഡ്ജ് തുറന്നു, സ്ട്രെസ് ഈറ്റിംഗ് പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ക്രേവിങ്സിനെ പിടിച്ചു നിർത്തുന്ന രീതിയിൽ വലിയ തുകയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നവരുണ്ട്. ഇഞ്ചക്ഷൻസ് ഒക്കെ ഒരു കുഴപ്പമില്ലാതെ എടുക്കുന്നേ. പക്ഷെ അവരോട് നമ്മളൊരു 2 നേരം കരിക്ക് വാങ്ങിച്ചു കുടിക്കാൻ പറ്റാൻ അവർക്കത് പറ്റുകയെന്ന് പറയും. ഏറ്റവും നല്ലൊരു ക്ലെൻസിങ് ഏജന്റാണ് ഇളനീര് എന്ന് പറയുന്നത്. ഇത് ബോഡിയെ നല്ല പ്യൂരിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അയ്യോ അതിനൊരു ദിവസം 80 രൂപ വേണമെന്ന് പറയും. ബട്ട് ഇതിന് വില്ലിംഗ് ആണ് അവർ. ശരീരത്തിൽ നടത്തുന്ന എന്ത് പരീക്ഷണം, മനുഷ്യനെ പോലെ ശരീരത്തിൽ ഇത്രയും പരീക്ഷണങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു ജീവജാലം വേറെ ഇല്ല. മനസ്സിലായോ? അതുപോലെ തന്നെ അവനവനെ പോലും തിരിച്ചറിയാൻ മേലാത്ത രീതിയിൽ മുമ്പോട്ട് പോകാൻ മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ അല്ലേ? അപ്പോൾ ഭക്ഷണം, വിദ്യാഭ്യാസവും ഭക്ഷണവും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല ഇപ്പം നിലവിൽ ഇല്ലേ? നമ്മൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോട് അവൻ എന്ത് കഴിച്ചു എന്ന് ചോദിക്കുമ്പം ഭക്ഷണം കഴിച്ചോ ഇല്ലയോ, അവൻ്റെ ആരോഗ്യവും അവൻ്റെ സ്വഭാവവുമായിട്ട് അവൻ്റെ ഭക്ഷണത്തിന് ബന്ധമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല അല്ലേ? അപ്പോൾ എല്ലാവരും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കറിയുന്ന ഒരു HM പറഞ്ഞു സ്കൂളിൽ ഡയറി എഴുതിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും 8 മണിയായപ്പോൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു കഴിച്ചു. ഒരു 16 പേര് അങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന്. 8 മണിയായപ്പം ഓർഡർ ചെയ്ത ഫുഡ് വന്നു കഴിച്ചു. വീട്ടിൽ കുക്കിംഗ് ഇല്ല. അപ്പോൾ വീട്ടിലെ കുക്കിംഗ് മാറിയപ്പോൾ ഇനിയുള്ള ഒരു ജനറേഷൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധിയിലായി. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റം എറർ എന്ന് നമ്മൾ പറയുന്ന കാര്യം ആര് വന്നാലും തുടരും. സിസ്റ്റം എറർ എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ സിസ്റ്റം ശരിയാകാതെ ഇത്രയും ഹൃദ്രോഗികൾ, ഇത്രയും ഇൻറ്റേർണൽ ഓർഗൻസ് തകരുന്നവർ വേറെ എവിടെയുള്ളത്? ഇത്രയും ഡയബറ്റിക്സ് ഉള്ളവർ, ഇത്രയും ക്യാൻസർ ഉള്ളവർ, എന്നിട്ടും നമ്മൾ ക്ലെയിം ചെയ്യുകയാണ് എന്താണ് നമ്മളാണ് ദ ബെസ്റ്റ് അല്ലേ? ഇത്രയും ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരെ എവിടെയെങ്കിലും പോയാൽ കാണാൻ പറ്റുമോ? ഈ റോഡരികിലൊക്കെ നിന്ന് എന്തോരം സ്നാക്സാണ് എല്ലാവരും തിന്നുന്നത് അല്ലേ? ഒരു നല്ല കഞ്ഞിയും തോരനും കൊണ്ട് വഴി വെച്ചാൽ ചിലപ്പം ആൾക്കാർ കുടിക്കാൻ വരുമായിരിക്കും. നമ്മൾ റീസെൻ്റ്ലി പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ചിലരുടെ ഫുഡ് റോഡിൽ അരികിൽ വിൽക്കുമ്പോഴൊക്കെ കഴിക്കാനും ആൾക്കാർ തിങ്ങിക്കൂടുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഇങ്ങനെ, എത്രത്തോളം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ്. നല്ല രീതിയിൽ ചെയ്തോട്ടെ, കുഴപ്പമില്ല. നമ്മൾ എന്തോരം ചെയ്തു, എന്നിട്ട് എന്താ ഉണ്ടായത് അല്ലേ? ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ എപ്പോഴും പറയും. ശരീരം നിലനിന്ന് പോകുന്നതിൽ ആൻറ്റി ഓക്സിഡൻസ്, കാര്യം നമ്മുടെ സെൽസ് വരെ നശിക്കുന്നത് നല്ല ഓക്സിജൻ കിട്ടാത്തതുകൊണ്ടല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി നമുക്ക് സമാധാനമുള്ളൊരു ജീവിതത്തിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന പ്രലോഭനങ്ങളിലും ആഡംബരങ്ങളിലും ഒക്കെ വീണു പോകാതെ നമ്മൾ നന്നായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പം തന്നെ നമ്മുടെ മനസ്സമാധാനം ശരിയാവും, അപ്പം തന്നെ നമ്മുടെ വയറ് ശരിയാവും, അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടാവും.
ഇന്നൊരു ഹോട്ടലിൽ കയറി നോക്കണം നൂർജ, ഫോൺ വെച്ചിട്ടാണ് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത്, അതെ അല്ലേ? നമ്മളൊരു ട്രെയിനിൽ കയറി നോക്കണം, ഫോൺ വെച്ചിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. അതെ. ഒരു കൊച്ചിന് ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാണ്? ഫോണിൽ വീഡിയോ കാണിച്ചിട്ട്. മനസ്സിലായോ? എന്താണ് അത് കഴിക്കുന്നതെന്ന് അതിനറിയില്ല. അറിയില്ല. ഒരു ഭക്ഷണം കാണുമ്പോൾ അതിനുവേണ്ടി ആഗ്രഹിക്കുമ്പോൾ എല്ലാമാണ് ആ ഭക്ഷണം ദഹിക്കാനുള്ള ഒരു റെഡി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് ആ ശരീരം പോകുന്നത്. ഇന്ന് ഒരു കൊച്ചിന് നമ്മൾ എന്ത് കൊടുത്താലും അതറിയുന്നില്ല. ഈവൻ ഞാൻ പോലും ഇതിനകത്ത് ഇപ്പോൾ അധികം ആയിട്ട് കമൻസ് പറയാത്ത കാരണം ഇപ്പോൾ എൻ്റെ ജനറേഷനിലായാലും ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. ഫോൺ നോക്കിയിട്ടാണ് കഴിക്കുന്നത്. പണ്ട് ടി വി വെച്ച് കണ്ടുകൊണ്ട് കഴിക്കുന്നത് പോലെ ഇപ്പോൾ ഫോൺ നോക്കിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്കതുകൊണ്ട് എനിക്കറിയാം സംഭവം റോങ് ആണെന്നറിയാം. പക്ഷേ ഞാനത് ചെയ്തുകൊണ്ട് എനിക്കത് നിന്നിട്ട് അത് ഭയങ്കര മോശമാണെന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്നില്ല. അതായത് മോശമാണെന്ന് എനിക്കറിയാം, മറ്റുള്ളവരെ കുറ്റക്കാരനാക്കി പറയാൻ പറ്റുന്നില്ല. സത്യത്തിൽ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മാറ്റങ്ങളോട് നമുക്ക് ഒരു തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ്. ഇപ്പം നമ്മൾ കാണുന്നുണ്ട് അല്ലേ, ജിം ട്രെയിനേഴ്സ് മരിക്കുന്നു അല്ലേ, ജിമ്മിൽ പോകുന്നവർ കുഴഞ്ഞു വീണ് മരിക്കുന്നു. നമ്മുടെ ബോഡി ഒരു ദിവസം വിശ്രമത്തിന് ഉള്ള ചിഹ്നം തരുന്നത് എങ്ങനെയാണ്? നമുക്കൊരു സിഗ്നൽ തരുന്നത് എങ്ങനെയാണ്? നമുക്ക് ടയേർഡായിരിക്കും നമ്മൾ. അന്നേരവും ചിലപ്പോൾ ജിമ്മിൽ പോകുന്ന ഒരാളുടെ ഒരു മിസ്ലീഡ് ചെയ്യുന്ന അയാൾ എന്തായിരിക്കും എന്നറിയാം, അങ്ങനെ ക്ഷീണം വരുമ്പോഴും നിങ്ങൾ വരണം, നിങ്ങൾ ആ എക്സർസൈസ് ചെയ്യണം, ഇവരോട് പറഞ്ഞു കൊടുക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് കാലിന് വേദന കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കരുത്, നിങ്ങൾ പിന്നെയും ചെയ്താണ് അത് മാറുന്നതെന്നായിരിക്കും ഇവരോട് പറയുന്നത്. അപ്പോൾ അവർക്ക് ചില ക്ഷീണമൊക്കെ തോന്നുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പോയി കഴിയുമ്പം ശരിയാകും, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അങ്ങനെ എക്സർസൈസ് ചെയ്യാതിരുന്നാൽ പ്രശ്നമാകുമെന്ന് ഓർത്ത് പോകുന്നു. പിന്നെ അവരത് ചെയ്യുന്നു, അത് അവർക്ക് ക്ഷീണം പറഞ്ഞ സമയത്ത് ബോഡി റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ബോഡി പ്രശ്നത്തിലാവും. ഞങ്ങളുടെ ഫ്ലാറ്റിൽ പിന്നെ ഒരു പെയിൻറ്റർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നും ഇയാളെ കാണുമ്പോൾ, റോയി എന്ന് പറയും പുള്ളി, പുള്ളിയെ ഞാൻ എപ്പോഴും കാണുമ്പോഴത്തേക്കിന് ഞാൻ ഓർക്കും, ഷോ ഈ പെയിന്റ് ഇങ്ങനെ ഇവരൊന്നും ഗ്ലൗസ് യൂസ് ചെയ്യത്തില്ല, മാസ്ക് യൂസ് ചെയ്യത്തില്ല, നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിതൊന്നും ഒരു നിയമമില്ലെന്നുള്ളതാണ്. മറ്റ് പല രാജ്യങ്ങളിലും നമുക്കൊരു കെട്ടിടത്തിൽ ഒരാളെ പണിക്ക് കയറ്റുമ്പോൾ പോലും ഞാൻ അന്തം വിട്ടിട്ടുണ്ട്, ഞാൻ കണ്ടു നിന്നിട്ടുണ്ട്. നമ്മുടെ ഫ്ലാറ്റിൽ നിന്നൊക്കെ നോക്കുമ്പോഴേ ആൾക്കാർ നമ്മളിങ്ങനെ നോക്കും, താഴെ എങ്ങാനും പോകുമെന്ന് നമ്മൾ നോക്കും. അത്രയ്ക്കും തലയിലൊരു ഹെൽമെറ്റ് പോലും വെക്കാതെ പ്രിക്കോഷൻസ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ബോധം വന്നിട്ടില്ല ഇതുവരെ. അപ്പം ഞാൻ എന്നെ ഇദ്ദേഹത്തെ കാണുമ്പോൾ ഓർക്കും, അയ്യോ എനിക്ക് നമ്മളെങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്, ബിക്കോസ് ഇത് മാസ്ക് യൂസ് ചെയ്യണം, നിങ്ങൾ പിന്നെ പെയിൻറ്റിന് എപ്പോഴും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ, നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ നോക്കണം എന്നെല്ലാം പറയും. ഇപ്പം 2 ദിവസം മുമ്പ് പുള്ളി സെറിബ്രൽ ഹെമറേജ് ആയി വെന്റിലേറ്ററിലാണ്. അയ്യോ. അപ്പം ഞാനതിങ്ങനെ ആലോചിക്കും, എനിക്ക് വലിയ സങ്കടമായിരുന്നു. 2 ദിവസം ഞാൻ ആകെ ഔട്ട്, കാര്യം പുള്ളിയുടെ വൈഫൊക്കെ ആയിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കും, പക്ഷേ ഒരിക്കലെങ്കിലും ഞാനൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പുള്ളിയോട്, അല്ലേ, നിങ്ങൾ ഹെൽത്ത് ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ മദ്യപിക്കുന്നവരോട് എപ്പോഴും നമ്മൾ പറയും, നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ പുക വലിക്കരുത്. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കാര്യം എന്നാന്ന് പറഞ്ഞാൽ അവർ വീക്കാണ്, ഓൾറെഡി അവരുടെ സിസ്റ്റം വീക്കാണ്. ഇനിയിപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാവുന്നൊരു കാര്യമാണ്, പണ്ടും നമ്മൾ പറഞ്ഞ കാര്യമാണ്, നമ്മൾ ഭക്ഷ്യപ്രതിസന്ധി ഓർത്താണ് നമ്മൾ ഇത്രയും ഉൽപ്പന്നങ്ങൾ, ആക്ച്വലി സർപ്ലസ് ആണ് നമ്മുടെ കാര്യത്തിൽ. ഇന്ത്യയുടെ കാര്യത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ദുബായിലൊക്കെ ഞാൻ ഉള്ള സമയത്താണെങ്കിലും സർപ്ലസ് മാർക്കറ്റാണത്, സർപ്ലസ് മാർക്കറ്റ്. ധാരാളം സാധനങ്ങളാണ് നമ്മൾക്കൊരു മനുഷ്യന് ഒരു ദിവസം വേണ്ടതിലധികം സാധനം നമ്മൾ കഴിക്കുന്നുണ്ട് ഓൾറെഡി തന്നെ. മെജോറിറ്റി പാവങ്ങളുടെ അല്ലെങ്കിൽ ദാരിദ്ര്യമുള്ളവരൊക്കെ, ഇപ്പം നമ്മൾ അതിദരിദ്രർ ഇല്ലെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഞാൻ പറയാണ്, ദാരിദ്ര്യമൊക്കെ ഉള്ളവരുണ്ട്,